വയനാട്ടിൽ മനുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷൻ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ചേരുന്നു. IC ബാലകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. വീണ്ടും നിരാശപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. IC ബാലകൃഷ്ണൻ, ഒരാളെ കൂടി കാണാനുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ IC ബാലകൃഷ്ണൻ? എല്ലാവരും ഇതിന്റെ അകത്ത് ഞാനിപ്പോ അവിടെ പ്രാഥമികമായി ഞാനിപ്പോ തിരുവനന്തപുരത്തുള്ള നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ. ഞാൻ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ഈ കാപ്പാട് കോളനിയിലെ മനുവിനാണ് ആന വന്നത്. അവര് തമിഴ്നാട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ഇത് ഫോറസ്റ്റിനുള്ളിലാണ് ഈ കോളനി. ഇപ്പോ ഭാര്യ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഭാര്യ മിസ്സിംഗ് ആണ്. ഇപ്പോ അറിഞ്ഞ വിവരം ഭാര്യയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മേഖല തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് വലിയ പ്രതിസന്ധിയാ. കാരണം അവിടെ നമുക്ക് ഒരു ശാസ്ത്രീയമായ രീതിയിൽ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. മാത്രമല്ല ഇപ്പൊ തന്നെ ഞാൻ ഒരു ഉദാഹരണം സൂചിപ്പിക്കുക. ഈ സ്വയം സന്നദ്ധ പുനരധിവാസം എന്ന് പറഞ്ഞ പദ്ധതിക്ക് 2007 കേന്ദ്ര ഗവൺമെന്റ് അനുമതി തന്നതാ. 2012 അത് ഇംപ്ലിമെന്റേഷൻ ആരംഭിച്ചതാ. ഇപ്പൊ ഇത്രയും വർഷമായിട്ടും നിലവിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യവും വയനാട്ടിലുണ്ട്. എന്താണ് ഇതിന്റെ ടെക്നിക്കൽ പ്രോബ്ലം എന്ന് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാലോ ഗവൺമെന്റിനോട് ചോദിച്ചാലോ വ്യക്തമായ മറുപടികളില്ലാരും. മനസ്സിലായി. ഈ ആദിവാസി നഗർ എന്ന് പറയുന്നത് ഈ കാടിനുള്ളിലാണല്ലേ? ആ കാടിന്റെ ഉള്ള നൂൽപ്പുഴ കാപ്പാട് കോളനിയാണിത്. ഓക്കെ. അപ്പൊ ഈ ആദിവാസി നഗറിൽ ഇവര് രണ്ടുപേരും തമിഴ്നാട്ടിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. അതെ, പ്രാഥമികമായിട്ട് അവിടെ കിട്ടുന്ന റിപ്പോർട്ട് എന്താന്ന് പറഞ്ഞാൽ അവര് തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അവര് വീട്ടിൽ വരാറുണ്ട്. ഒരുപക്ഷെ അവിടെ തമിഴ്നാട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലെ തിരിച്ചു വരാൻ കഴിയുള്ളൂ. അങ്ങനെ വരുന്ന വഴിക്കാ സംഭവിച്ചെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അവിടെ കിട്ടുന്ന റിപ്പോർട്ട്. ഇപ്പൊ കാണാതായത് വൈഫാണെന്ന് എനിക്ക് കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. കാണാതായത് ഇദ്ദേഹത്തിന്റെ വൈഫാണ്, ഭാര്യയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ, മനുവിന്റെ ഭാര്യയെ കാണാനില്ല എന്നാണ് അവിടെ കിട്ടിയ റിപ്പോർട്ട്. ഓക്കെ. പക്ഷേ ഈ മൃതദേഹം കണ്ടെത്തിയതൊരു പാടത്ത് നിന്നാണ്. അത് ഒരു ജനവാസ മേഖലയാണോ? ഈ ആദിവാസി ഉന്നതിയിലെ ജനവാസ മേഖലയാണല്ലേ? അതെ 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 അതെ. ഓക്കെ. അപ്പൊ വനമാണ്, അതിന്റെ ചുറ്റും വനവുമാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ ശരിക്കും അപ്പൊ നമുക്ക് കാടിനുള്ളിലാണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണത്? ജനവാസ മേഖലയിലാണോ? കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വയലാകുമ്പോ കാടിന്റെ ഉള്ളിലല്ലല്ലോ. നമുക്കറിയാലോ, ഒന്നാം മഹാലോക യുദ്ധകാലത്തും രണ്ടാം മഹാലോക യുദ്ധകാലത്തും ഈ ക്രോമോർ ഫുഡിന്റെ ഭാഗമായിട്ട് ഭക്ഷ്യസുരക്ഷ പരിഹരിക്കുന്നതിന് വേണ്ടി കുറെ മേഖലകളിൽ വനത്തിന്റെ ഉള്ളില് ബീഫ് കർഷകരെ താമസിപ്പിച്ചിട്ടുണ്ട് 100-150 വർഷങ്ങൾക്ക് മുൻപ്. അവരൊക്കെ ഇപ്പം അവിടെ താമസിക്കുന്ന ആളുകളാ. അതൊരു ജനവാസ മേഖല തന്നെയാ അല്ലേ? പറയാൻ പറ്റില്ലല്ലോ. അല്ല, റവന്യൂ ഭൂമിയാണോ ഇവര് താമസിക്കുന്നത്? റവന്യൂ ഭൂമി ആയിരിക്കുമല്ലോ സ്വാഭാവികമായും. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലീസിന് കൊടുത്ത ഭൂമിയാണിത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പാടത്തുമാണ്, കാടിന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിലല്ല. ഓക്കെ. താങ്ക് യു CIC ബാലകൃഷ്ണൻ. CIC ബാലകൃഷ്ണൻ ആണ് നമുക്കൊപ്പം ചേർന്നത്. സുൽത്താൻ ബത്തേരി MLA ആണ്. അദ്ദേഹം പറയുന്നത് പോലെ ഇപ്പോൾ ഈ മനുവിൻ്റെ ഭാര്യയും കാണാനില്ല എന്നുള്ളതാണ്. വീണ്ടും കാട്ടാൻ ജീവനെടുത്തിരിക്കുന്നു. അവർ ജീവനോടെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ദീപക് ചേരേണ്ടതുണ്ട്. നൂൽപ്പുഴയിൽ ഇത് ഒരു സാധാരണ ജനവാസ മേഖലയല്ല. IC ബാലകൃഷ്ണൻ MLA പറഞ്ഞപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി ഉള്ളത് അത് കാടിനുള്ളിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് ആണ്. ആ സെറ്റിൽമെൻറ്റിലാണ് ഇപ്പോൾ ഈ കാട്ടാന ആക്രമണം നടന്നിരിക്കുന്നത്. ആ സെറ്റിൽമെൻറ്റിലുള്ള ഒരാളാണ് ഈ മനു. 45 വയസ്സാണ്. മനുവും ഭാര്യയും തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്ത് തിരികെ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. മനുവിൻ്റെ മൃതദേഹം നെൽപ്പാടത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. മനുവിൻ്റെ ഭാര്യയും മനുവിനോടൊപ്പം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ മനുവിൻ്റെ ഭാര്യയെ ഇപ്പോൾ കാണാനില്ല എന്നാണ് IC ബാലകൃഷ്ണൻ MLA അടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മനുവിൻ്റെ ഭാര്യ എവിടെയാണ്? അപ്പോൾ പ്രാദേശികമായി തെരച്ചിൽ ഇപ്പോൾ തുടർന്നിട്ടുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളും അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊടുക്കുകയും ചെയ്യും. ദീപക് നമുക്കൊപ്പം ചേരും. വീണ്ടും ഒരു ജീവൻ കൂടി എടുത്തിരിക്കുകയാണ്. മനുവിനെ ഇപ്പോൾ കാട്ടാന കൊന്നിരിക്കുന്നു. പക്ഷേ മനുവിൻ്റെ ഭാര്യ എവിടെ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപക്ഷെ ഇത് കണ്ട് ഭയന്ന്, ഭർത്താവിനെ കാട്ടാനെ ആക്രമിക്കുന്നത് കണ്ട് ഭയന്ന് മറ്റെവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ, ഭയന്നിരിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നാട്ടുകാർ വലിയ തെരച്ചിൽ നടത്തുന്നുണ്ട്. വയനാട്ടിൽ നൂൽപ്പുഴയിലാണ് സംഭവം. സെറ്റിൽമെൻറ്റിലാണ്, ഒരു ആദിവാസി ഉന്നതിയിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത്.